പോലീസ് ഏകദേശം ഇവരുടെ പുറകെ ഒരു 8000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. വളരെ ടാക്ട്ഫുള്ളി ഇവർ ഇതിൽ നിന്ന് അറസ്റ്റിൽ നിന്നും ഒഴിവായി നടക്കുകയായിരുന്നു. 26/12/2023 റിപ്പോർട്ടായ ഈ ഷഹന കേസിൽ ഇന്ന് 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്ന ദിവസം മുതൽ 2 ടീമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടിക്കുന്നതിനായിട്ട് നടക്കുകയായിരുന്നു. ഇവർ ഒരു തരത്തിലും പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനായിട്ട്. ആദ്യം ഇവർ പോയ കാറ് ഒരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചു, കോയമ്പത്തൂർ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ നിന്നും മറ്റു വാഹനങ്ങളിലൊക്കെയാണ് യാത്ര ചെയ്തത്. പോലീസ് ഏകദേശം ഇവരുടെ പുറകെ ഒരു 8000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. വളരെ ടാക്ട്ഫുള്ളി ഇവർ ഇതിൽ നിന്ന് അറസ്റ്റിൽ നിന്നും ഒഴിവായി നടക്കുകയായിരുന്നു. ഇന്നുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മറ്റ് അന്വേഷണങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചെയ്യുന്നതാണ്. ഇവരുടെ പേര് ഒരു നജീബ്, 51 വയസ്സുള്ള നജീബും 50 വയസ്സുള്ള സുനിത, 27 വയസ്സുള്ള നൗഫൽ, 3 പേരെയാണെന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്, അന്വേഷിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള നടപടികളുണ്ടാവും. അല്ല, അതിനെക്കുറിച്ചും അങ്ങനെ വിവരങ്ങൾ ലഭിച്ചിരുന്നു, നോക്കിയിരുന്നു. മറ്റ് ഈ ഒളിച്ച് താമസിപ്പിക്കുന്നതിന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിച്ച് ബാക്കി നടപടികൾ ചെയ്യും. ഇപ്പോൾ 498 306 IPC പ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ബാക്കിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം ബാക്കി തീരുമാനിക്കും. അല്ല, ഈ ആവശ്യം അല്ല, നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ചേർത്തിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റഡി വാങ്ങിച്ച് അന്വേഷണം നടത്തി ബാക്കി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ചെയ്യും. ഇപ്പോൾ ഈ 2 സെക്ഷൻസ് 34 കൂടി ചേർത്ത് ആണ് അന്വേഷണം നടത്തുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 498 306 2+34 ആണ് ചേർത്തിരിക്കുന്നത്. ബാക്കി അന്വേഷണങ്ങൾ കഴിഞ്ഞിട്ട് പറയാം. പോലീസുകാരൊന്നും പറയല്ല, അവരാണ് ഇപ്പൊ പിടിച്ചോണ്ട് വന്നത്. ആശ്വാസം മാധ്യമങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ 28 ദിവസമായി. അന്നോട്ട് ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോട് വളരെയധികം എല്ലാവർക്കും നന്ദി. അവിടെ